അപ്പോൾ നമ്മുടെ വണ്ടി പണി കഴിഞ്ഞ് ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇപ്പോൾ ഇതൊരു ബഡ്ജറ്റ് റീസ്റ്റോറേഷൻ ആയിരുന്നു. കാരണം കൊറോണ കാരണം അപ്പോൾ പൈസയുടെ ചെറിയ വിഷയമുള്ള കാരണം ചിലവ് കുറച്ചിട്ടാണ് ആൾ റീസ്റ്റോർ ചെയ്തത്. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ ബൈക്കാണ്. അപ്പോൾ ടോട്ടൽ റീസ്റ്റോറേഷൻ ചിലവ് ഇപ്പോൾ ഒരു ഏകദേശ കണക്ക് ഞാൻ പറയാം. അപ്പോൾ പാർട്സിൻ്റെ ചിലവും പെയിൻറ്റിങ്ങിൻ്റെ വരുന്ന ചിലവും എല്ലാം കൂടെ ടോട്ടലായ ഒരു ഏകദേശ കണക്ക് ഞാൻ ഇപ്പോൾ ഇതിൽ പറയാം. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ തന്നെ റീസ്റ്റോറേഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. റീസ്റ്റോറേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ RX100 ടെസ്റ്റ് കിട്ടുന്നുണ്ടോ, ഇപ്പോൾ 2 സ്ട്രോക്കിന് നിരോധിച്ചിട്ടുണ്ടോ, ടെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിത് ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വണ്ടിക്ക് ടെസ്റ്റ് കിട്ടിയത്. ഇതിപ്പോൾ എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിക്കപ്പൊക്കെ നന്നായി കൂടിയിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ ബഡ്ജറ്റ് റീസ്റ്റോറേഷൻ ആയത് കാരണം പോർട്ടിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം സ്റ്റാൻഡേർഡ് റീസ്റ്റോറേഷൻ തന്നെയാണ് ചെയ്തത്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതായ കാരണം മോഡിഫിക്കേഷൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ടോട്ടൽ പെയിൻറ്റിങ്ങിന് 7000 രൂപയാണ് വന്നത്. ഫുൾ ബ്ലാക്ക് കളറിൽ തന്നെയാണ് അടിച്ചത്. കാരണം അതിൻ്റെ RC ബുക്കിൽ ബ്ലാക്ക് കളറായിരുന്നു, അതുകൊണ്ട് ഫുൾ ബ്ലാക്ക് കളർ തന്നെയാണ് അടിച്ചത്. പിന്നെ എൻജിൻ ഫുൾ റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ പിസ്റ്റണെല്ലാം മാറ്റി ബോർ ചെയ്ത് ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ടോട്ടൽ വന്നത് 5500 രൂപയാണ് അതിന് വന്നത്. പിന്നെ ബാറ്ററി പുതിയത് വെച്ചു. 900 രൂപയാണ് പുതിയ ബാറ്ററിക്ക് വില. പിന്നെ ബാക്കി ബാറ്ററിയുടെ എമൗണ്ട് അടക്കം ഇലക്ട്രിക്കൽസ്, വയറിംഗ് കിറ്റ് എല്ലാം കൂടെ 2000 രൂപയാണ് ഏകദേശം ഇലക്ട്രിക്കൽ വർക്കിന് വന്നത്. പിന്നെ പ്ലേറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേറ്റിങ്ങിന് സൈലൻസർ പ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈലൻസറിൻ്റെ ബെൻഡ്, ക്രാഷ് ഗാർഡ്, പിന്നെ നട്ട് ബോൾട്ട് എല്ലാം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാറ്, കിക്കർ ലിവർ, ഷോക്കപ്പിൻ്റെ കപ്പ് എല്ലാം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേറ്റിംഗ് ചാർജ് എല്ലാം കൂടെ 5500 രൂപയാണ് പ്ലേറ്റിങ്ങിന് മാത്രം വന്നത്. പിന്നെ 2 റിമ്മ് സെറ്റിങ് എല്ലാം കൂടെ ഏകദേശം 2 റിമ്മ് കൂടെ 2500 രൂപ സെറ്റിങ്ങിന് വന്നു. ടയറിൻ്റെ എമൗണ്ട് ഞാൻ പറയുന്നില്ല, കാരണം ടയർ ഓൾറെഡി നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ടയറിൻ്റെ എമൗണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. പിന്നെ മഡ് ഗാർഡ്, സാരി ഗാർഡ് എല്ലാം കൂടെ 2000 രൂപയാണ് വന്നത്. എക്സാക്റ്റ് എമൗണ്ട് എനിക്കറിയില്ല, ഞാൻ ടോട്ടൽ ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ കാരിയർ 650 രൂപയാണ് വന്നത്. ടോട്ടൽ പാർട്സ് എല്ലാം കൂടെ ഉള്ള എമൗണ്ട് 18000 രൂപ എല്ലാ സ്പെയർ പാർട്സ് എല്ലാം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് അടിച്ച് ബീഡിങ് എല്ലാം കൂടെ സീറ്റിന് വന്ന എമൗണ്ട് 700 രൂപയാണ് വന്നത്. പിന്നെ ഈ സസ്പെൻഷൻ, ഇത് പഴയ മോഡൽ സസ്പെൻഷൻ തന്നെയാണ്. പക്ഷേ ഓൾഡ് സ്റ്റോക്ക് ആയത് കാരണം 1200 രൂപയ്ക്ക് 2 സസ്പെൻഷനും കൂടെ കിട്ടി. അപ്പോൾ ഈ മീറ്റർ കൺസോൾ ആദ്യം ഞങ്ങളുടെ ഒറിജിനൽ എസ്കോട്ട്സിൻ്റെ തന്നെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ നീഡിലൊക്കെ മിസ്സായി, അത് വർക്ക് ചെയ്യാത്ത കാരണം ഇപ്പോൾ ഫ്രഷ് മീറ്റർ കൺസോൾ മേടിച്ച് വെച്ചു. പോയിക്കോ. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു പരിചയമുള്ള മെക്കാനിക്ക് വീട്ടിൽ തന്നെ വന്ന് സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അയാളുടെ ലേബർ ചാർജ് എല്ലാം കൂടെ ഇപ്പോൾ ടോട്ടൽ റീസ്റ്റോറേഷന് വന്നതുകൊണ്ട് ഏകദേശം കണക്ക് 46000 രൂപയാണ് ബഡ്ജറ്റ് റീസ്റ്റോറേഷനിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചിലവ് വന്നത്. ഇപ്പോൾ യമഹ നല്ല രീതിയിൽ റീസ്റ്റോറേഷൻ ചെയ്യുകയാണ്. വലിയ ബഡ്ജറ്റിൽ റീസ്റ്റോറേഷൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1,00,000 രൂപയുടെ അടുത്ത് തന്നെ ചിലവ് വരുന്നുണ്ട്. ഒറിജിനൽ പിസ്റ്റൺ റിങ്ങും പിന്നെ പോർട്ടിങ് എല്ലാം കൂടെ ചെയ്തിട്ട് വലിയ ബഡ്ജറ്റിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ 1,00,000 രൂപയുടെ അടുത്ത് തന്നെ യമഹ ഇപ്പോൾ പണിയാൻ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.